വെൽക്കം ടു നിജസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണ്. ഇന്ന് മമ്മീൻ്റെയും പപ്പീൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഇന്ന് എനിക്ക് ഒരു ചിലവാണ് മമ്മീൻ്റെയും പപ്പേൻ്റെയും. അപ്പം ഇന്ന് ഞങ്ങൾ മൂന്നാളും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണ്, മേപ്പാടിയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ. അപ്പം നമുക്ക് ഇന്നത്തെ ഇവിടേക്ക് പോയാലോ? നമ്മുടെ സ്പോട്ട് 1980s പോകാനാണ് കേട്ടോ നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട്. നമ്മുടെ മേപ്പാടി കൽപ്പറ്റ റൂട്ടിൽ തന്നെയാണുള്ളത്. 1980s ഇവിടെ ഉണ്ടോന്നുള്ളത് അറിയില്ല. സെക്യൂരിറ്റീനെ കണ്ട പോലെ തോന്നി. അവിടെ സെക്യൂരിറ്റിയാണോ കൂട്ടി പോയതാണോ അറിയില്ല. എന്തായാലും കയറി നോക്കാം. നട്ടപ്പാതിലേക്ക് ഓരോരോ പൂതികൾ എന്തായാലും കയറി നോക്കാം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നതാണ് കേട്ടോ. ഇതാണ് പഴയൊരു തറവാട് വീട്. പഴയ തറവാട് ഇവിടെയൊക്കെ പൂട്ടിക്കിട്ടിയൊരു എന്താണോ അറിയില്ല. അപ്പം ഗൈസ്, നമ്മളെ 1980s നൈറ്റത്തെ ആംബിയൻസ് കണ്ടില്ലേ? ഇങ്ങനെയാണ്. നല്ല കോടയുണ്ട്, വണ്ടിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം അല്ലേ നിച്ചു? കയറി നോക്കാം. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഭാഗം വരുന്നത്. മഞ്ഞുമായിട്ട് വന്നതിനേക്കാൾ ചുമയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിച്ചു വലിയ കാര്യത്തിൽ കയറിയിട്ടുണ്ട്. എന്താ സ്ഥിതി എന്നുള്ളത്, ഫുഡ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് കയറിയാലേ അറിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ആംബിയൻസ് കണ്ടില്ല? നമ്മൾ വിചാരിച്ച പോലെയല്ല, പഴയൊരു തറവാട് വീടിൻ്റെ ഒരു ഫീലാണ്. വാഷ്റൂം വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെയാണ് വാഷ്റൂം. പഴയൊരു തറവാട് ഫീല് കണ്ടില്ലേ? വാഷ്റൂം. നല്ല ആംബിയൻസ്. ഇത് ചേമ്പാണോ എന്താണ്? ചേമ്പ് പഴയ തറവാട്. നമ്മൾ വീഡിയോൻ്റെ അത് കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ വേറെ ഒരു മായമില്ല, മന്ത്രമില്ല. 1980s നടക്കച്ച. അപ്പോൾ നമ്മളെ ടേബിളിലേക്ക് നമുക്ക് പോവാം. ഫ്രണ്ടിൽ നമുക്ക് പറയാം. കിച്ചണായത് നമുക്ക് അവിടെ അല്ലായിരിക്കും. അപ്പോൾ നിച്ചുവിന് വേണ്ടിയിട്ടുള്ള ടേബിള് നിച്ചു ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതാ അവിടെ ഇരിക്കണോ? അവിടെ ഇരിക്കണോ? അടിപൊളിയാണല്ലോ. ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം. മെനു കാർഡ് ഇവിടെ വന്നിട്ടില്ല നിച്ചു. മെനു കാർഡ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ പഴയ ടൈപ്പ് ഫ്രണ്ട് നോക്ക്. ഭക്ഷണ വിവര പട്ടിക 1980s. അടിപൊളി അല്ലേ? ഇനി നമുക്ക് ഓരോന്ന് നോക്കി നോക്കാം. ചുത്തത് ഇതാണ് പക്ഷേ നമ്മളെ ഒരു പഴയ പത്രത്തിൻ്റെ ഒക്കെ ഒരു ഫീല് പോലെ അല്ലേ? സെമി ഗ്രേവി ടൈപ്പ്. പിന്നുള്ള ഒന്ന് പൊറോട്ട. പക്ഷെ എന്താ പാൽ പൊറോട്ട, ബീഫ് അത് മിക്സ് ആയിട്ട് ഒരു കോംബോ ആയിട്ട്. ഇത് രണ്ടുമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുന്നേ ആയിട്ടൊരു ലൈം ടീ പറഞ്ഞിട്ടുണ്ടല്ലേ? അതിപ്പോൾ വരും. അത് കുടിച്ചിട്ട് വേണം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പൊ സമയം എത്രയാ? സമയം കറക്റ്റ് നോക്കിക്കോളൂ. സമയം 9:39. 9:39. ഈ സമയത്താണ് നമുക്ക് എന്തുണ്ടായത്? ഉൾവിളി, ആ പ്രാന്ത്. ഫുഡ് വരട്ടെ. ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നുമല്ല, ഒടുക്കത്തെ ആഗ്രഹ.
സ്റ്റാർട്ടറായിട്ട് കൊണ്ടുത്തന്നതാണ് കേട്ടോ. സ്റ്റാർട്ടർ എന്ന് പറയാൻ പറ്റൂല, എനിക്ക് എന്തോ ഒരു തൊണ്ടയ്ക്ക് എന്തോ ഒരു സുഖമില്ലാത്തതിനെ കൊണ്ടാണ്. എന്താ വെച്ചൊരു പ്രത്യേകത ഉണ്ട്, മേലൊരു റെഡും ഇത് വെള്ളവും പെട്രോളും പോലെ ഉണ്ട്. അതെ. നമുക്കുള്ള ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട്. പൊറാട്ട, ഗീ റൈസ്, പിന്നെ നമ്മുടെ പറഞ്ഞ ബീഫ് വരട്ട്, ഒരു സെമി ഗ്രേവിയിലാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഉണ്ട്. ഇത് നോക്കിയിട്ട് വേണം വെച്ച് നിങ്ങൾ അടുത്ത് നോക്കിയിട്ട് വാങ്ങാനല്ലേ. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങാൻ പോവാണ്. ഇത് പൊട്ടിച്ച് വയ്ക്കാലോ. നമുക്ക് സെർവ് ചെയ്യുന്നതിനെക്കാട്ടി നല്ല അവർ പ്രോപ്പറായിട്ട് ചെയ്തു തരും, അതാണ് നല്ലത്. നമ്മൾ സെർവ് ചെയ്താൽ ചിലപ്പോൾ അത് കൊള്ളാവില്ല, അതിലും നല്ലത് ഇവിടെ സെറ്റ് ആക്കിയിരുന്നു. ഇനി ഞങ്ങൾ കഴിച്ചു. അത് നമുക്ക് എടുക്കല്ലോ. അപ്പോൾ അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് അഭിപ്രായങ്ങളിപ്പം പറയാമല്ലോ. ഇനി സമയമില്ല. രക്ഷയില്ല കേട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളി. വെറുതെ ഇല്ലല്ലേ ആൾക്കാർ ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ തിരക്ക് പിടിച്ച്. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ പാൽ പൊറോട്ട? പൊറോട്ട ഞാൻ ഫസ്റ്റ് ടൈം. റെസ്റ്റോറൻറ്റ്. ബീഫൊക്കെ നല്ല ഇതാണോ? ചിലത് നല്ല ഇതാണ്, കുഴപ്പമില്ല, ചവയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അവിടെ ബില്ല് വന്നിട്ടുണ്ട്. വിചാരിച്ച അത്ര ബില്ലൊന്നും വന്നിട്ടില്ല. അപ്പം എന്തായാലും ഫുഡ് അടിപൊളിയാണ്, രക്ഷയില്ല. ആ, പാർസൽ വാങ്ങിച്ചു. അപ്പം കിടക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചു. 98s നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. ബില്ല് നമ്മൾ വിചാരിച്ച പോലെ അത്രയും ആയിട്ടില്ല. നമ്മൾ അത്രയും ഓർഡർ ചെയ്തിട്ടും നോർമൽ റേറ്റേ വന്നിട്ടുള്ളൂ. പിന്നെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് പിന്നെ ചിലവ് ചെയ്യണമെന്നിട്ട് മിച്ചുവിന് ആ ചിലവ് ഞങ്ങളങ്ങനെ ചെയ്തു കൊടുത്തു. അപ്പം നല്ല അടിപൊളി ഫുഡാട്ടോ, രക്ഷയില്ല. അപ്പം ഞങ്ങളാണ് ലാസ്റ്റത്തെ കസ്റ്റമർ. അതെ, ഇവിടുത്തെ നാളെ അവരെ കച്ചവടം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല. ടൈമിംഗ് രാവിലെ 8 മണി തൊട്ടിട്ട് രാത്രി 10 o'clock വരെ ഉള്ളത്. ഹോം ഡെലിവറി ഉണ്ട്. പിന്നെ നമ്മുടെ മേപ്പാടി കൽപ്പറ്റ ലൊക്കേഷൻ വരുന്നത് നമ്മൾ കാപ്പംകൊല്ലി കഴിഞ്ഞിട്ട് മേപ്പാടിക്ക് പോകുമ്പോൾ ഒരു 100 മീറ്റർ കഴിഞ്ഞ് വിടുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ റോഡ് സൈഡിൽ തന്നെ ബോർഡും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ എന്തായാലും എല്ലാ ഐറ്റംസും കൂടി ഉണ്ട് കേട്ടോ. ഫിഷ് ഐറ്റംസ് ആണെങ്കിൽ ബീഫ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും എല്ലാ ഐറ്റംസിൻ്റെയും എല്ലാത്തിൻ്റെയും പല വെറൈറ്റി ആയിട്ട് ഇവിടെ ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് എന്തായാലും ഇവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഫുഡ് കഴിച്ചു. ഇനി ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ വരും. അപ്പം എല്ലാവരും വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയ വീഡിയോ വീണ്ടും കാണാം. ബൈ.